നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എഴുന്നേക്കണ്ട. മുറിവ് എങ്ങനെയുണ്ട്? ഇത് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ. ഞാൻ ചോര കണ്ടതുകൊണ്ട് ബോധം കെട്ടതാ. നീ അവിടെ വെച്ച് ചെയ്തത് വലിയ മണ്ടത്തരമായി പോയി. ഗിരിയേട്ടന്റെ ജീവൻ രക്ഷിച്ചതാണോ മണ്ടത്തരം? അതെ, അത് മണ്ടത്തരം തന്നെയാ. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് വളർന്നൊരുത്തന് എന്റെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല. നീ ഒരിക്കലും നിന്റെ ജീവൻ അപകടം വരുത്തി വെക്കരുത്. എനിക്കെന്തെങ്കിലും പറ്റിയാലും ഒരു കുഴപ്പമില്ല. ഗിരിയേട്ടൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഗിരിയേട്ടന്റെ ഭാര്യയാണ്. ഗിരിയേട്ടൻ എന്നെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ കടമ ഞാൻ ചെയ്തിരിക്കും. ഒരു ഭർത്താവെന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. അപ്പോ അത്രയും ആത്മാർത്ഥത ഇങ്ങോട്ടും കാണിച്ചാ മതി. അപ്പോ ഗിരിയേട്ടന് വേണ്ടി ഞാൻ റിസ്ക് ഒന്നും എടുക്കണ്ടെന്ന് പറയാനുള്ള കാരണം കുറ്റബോധം കൊണ്ടാണല്ലേ? എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തതിലുള്ള കുറ്റബോധം. ഞാൻ ഗിരിയേട്ടന്റെ ഭാഗത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനും മനുഷ്യർക്ക് കഴിയും. എനിക്ക് വേണ്ടി ആരും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്കതൊന്നും ശീലമില്ല. ശീലിക്കുന്നതാ നല്ലത്. ഞാൻ എന്തായാലും മാറാനൊന്നും പോകുന്നില്ല, ഇവിടെ നൊഴിയാനും പോകുന്നില്ല. അതെ, ഭാര്യയെ സംരക്ഷിക്കാന്നുള്ളത് ഭർത്താവിന്റെ ഉത്തരവാദിത്വം, നേരെ തിരിച്ചല്ല. അതെ, പഴയ ചിന്താഗതിയാ. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം സംരക്ഷിക്കണം, എന്നാലേ ഈ കാലത്ത് അതിജീവിക്കാൻ പറ്റൂ. എനിക്ക് എന്റെ ഭാര്യയുടെ സംരക്ഷണം വേണ്ട. വേണ്ട. പക്ഷേ ഗിരിയേട്ടന് ഭർത്താവെന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തം പോലെ തന്നെ എനിക്കും പോലീസ് എന്ന നിലയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഗിരിയേട്ടൻ എന്റെ ഭർത്താവ് മാത്രമല്ലല്ലോ, ഈ നാട്ടിലെ ഒരു പൗരനും കൂടിയല്ലേ. അപ്പോ എനിക്ക് ഗിരിയേട്ടനെ സംരക്ഷിച്ചേ പറ്റൂ. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് പഠിച്ചിട്ടാണ് വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ആ, ഗിരി വന്നോ? എന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ച നേരെ മോളിലേക്ക് കയറിപ്പോയി. അവൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകുവോ? എന്തിനാ അന്വേഷണം ഏട്ടനെ കുറിച്ച് മാത്രം ആക്കുന്നേ? മഞ്ജുവിനെ കുറിച്ചുകൂടി അന്വേഷിക്കാമായിരുന്നില്ലേ? എടി, അവൻ ഇന്ന് മരിക്കേണ്ടതായിരുന്നു എന്നാവും പറഞ്ഞത്. ഇതിനു മുമ്പായിരുന്നു അവൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ ബഹളം വെച്ചേനെ. അവന്റെ നല്ലതിനു വേണ്ടി പൂജയും വഴിപാടും ഒക്കെ നേർന്നേനെ. പക്ഷേ അവന്റെ ജീവൻ രക്ഷിച്ചത് മഞ്ജു ആണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് അവളോട് ദേഷ്യമാണ് തോന്നിയത്. അത് ശരിയല്ലല്ലോ. എന്റെ മകന്റെ ജീവൻ രക്ഷിച്ച ആളോട് എനിക്ക് നന്ദിയല്ലേ തോന്നേണ്ടത്? അമ്മ ഇങ്ങനെ ചിന്തിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാ അവൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. ഗിരിയേട്ടന്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞ എത്ര വലിയ ശത്രുതയാണെങ്കിലും അമ്മ മറക്കൂന്ന് അവൾക്കറിയാം. അവള് കരുതിയതുപോലെ തന്നെ അമ്മ എല്ലാം കണ്ണടച്ച് വിശ്വസിച്ചു.